നമസ്കാരം. 2023 കറണ്ട് അഫയേഴ്സ് സീരീസിലെ 36ാമത്തെ ക്ലാസ് ആണ് ഇന്നത്തേത്. നമ്മൾ 2023 നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നവംബർ മാസത്തിൽ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സോടുകൂടി നമുക്ക് നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പൂർത്തിയാക്കാം. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്, അതെല്ലാം നന്നായി പഠിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. നന്നായി പഠിച്ച് മുമ്പോട്ട് പോവുക. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. ഞാൻ അജി സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ്. 2023 75 വർഷം പൂർത്തിയാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോം യൂത്ത് ഓർഗനൈസേഷൻ ഏതാണ്? 2023 75 വർഷം പൂർത്തിയാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോം യൂത്ത് ഓർഗനൈസേഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ NCC ആണ്, നാഷണൽ കേഡറ്റ് കോർപ്സ്. അപ്പോൾ NCC ആണ് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോം യൂത്ത് ഓർഗനൈസേഷൻ എന്ന് മനസ്സിലാക്കുക. അത് 2023 75 വർഷം പൂർത്തിയാക്കുന്നു. അതായത് 1948ലാണ് NCC സ്ഥാപിക്കപ്പെടുന്നത് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമുക്കറിയാവുന്ന കാര്യമാണ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവം, അല്ലെ? സാധാരണഗതിയിൽ എപ്പോഴും ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളുണ്ട്. ഇന്ത്യയുടെ 54ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം, അല്ലെ? ഇന്ത്യയുടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സ്ഥിരം വേദി ഗോവയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ പറയും ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം എന്ന് പറയും. എല്ലാം ഒന്ന് തന്നെയാണ്. അതായത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ അഥവാ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം. അപ്പൊ ആ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടന ചലച്ചിത്രം ഏതായിരുന്നു എന്നുള്ളതായിരിക്കും ഒരു ചോദ്യം. കാച്ചിങ് ഡസ്റ്റ് എന്ന് പറയുന്ന സിനിമയാണ് 54ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ഉദ്ഘാടന ചലച്ചിത്രം, അല്ലെ? അപ്പൊ ഒരു സംശയം വരും, സാറേ അത് ആട്ടം എന്ന് പറയുന്ന സിനിമയല്ലേ എന്ന് ചോദിച്ചാൽ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തില് ഇന്ത്യൻ പനോരമ വിഭാഗത്തിലെ ഇന്ത്യൻ സിനിമകളുടെ വിഭാഗത്തിലെ ഉദ്ഘാടന ചലച്ചിത്രമായിരുന്നു ഏത്? ആട്ടം. അതേസമയം ആ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ആദ്യത്തെ, അതായത് ഉദ്ഘാടന ചലച്ചിത്രം ഏതെന്ന് ചോദിച്ചാൽ അത് കാച്ചിങ് ഡസ്റ്റ് ആണ്. ഇനി അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്, ഈ ചലച്ചിത്രോത്സവത്തിൽ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ചിത്രം ഏതെന്ന് ചോദിച്ചാൽ എൻഡ്ലെസ് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു പേർഷ്യൻ ചിത്രമാണ്. ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് എൻഡ്ലെസ് ബോർഡേഴ്സ് എന്ന് പറയുന്ന പേർഷ്യൻ ചലച്ചിത്രമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പൊ അവിടെ 2 സിനിമകളാണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഗോവ 2023, അതിലെ ഉദ്ഘാടന ചലച്ചിത്രം ഏതെന്ന് ചോദിച്ചാൽ കാച്ചിങ് ഡസ്റ്റ് ആണ്. ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു പേർഷ്യൻ ചിത്രമാണ്. ഏത് എന്ന് ചോദിച്ചാൽ എൻഡ്ലെസ് ബോർഡേഴ്സ് എന്ന് പറയുന്ന ചിത്രമാണ്. അബ്ബാസ് അമിനി എന്ന് പറയുന്ന ആളാണ് അത് സംവിധാനം ചെയ്തത്. എന്നാൽ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തില് ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ സ്റ്റീഫൻ കൊമാൻഡറവിനാണ്. ആർക്കാണ്? സ്റ്റീഫൻ കൊമാൻഡറവിനാണ് ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ ബ്ലഗാസ് ലെസൺസ് എന്ന് പറയുന്ന സിനിമയാണ്. ബ്ലഗാസ് ലെസൺസ് എന്ന് പറയുന്ന സിനിമയുടെ സംവിധാനത്തിനാണ് സ്റ്റീഫൻ കൊമാൻഡറവിന് ഏറ്റവും മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ഈ മേളയിൽ ലഭിച്ചത്. ഇനി അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ മേളയിൽ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഗോവ അതിലെ ഏറ്റവും മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ എൻഡ്ലെസ് ബോർഡേഴ്സ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച പോറിയ റഹിമി സാം
സാമാണ് ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം നേടിയത്. ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പോറിയ റഹിമി സാമിനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നൊരു ചോദ്യത്തിന് കൂടി പ്രസക്തിയുണ്ട്. അത് മെലാനി തിയറിക്കാണ്. പാർട്ടി ഓഫ് ഫൂൾസ് എന്ന് പറയുന്ന ഒരു സിനിമ, പാർട്ടി ഓഫ് ഫൂൾസ് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് മെലാനി തിയറിക്ക് ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചു. അപ്പോ ഏറ്റവും മികച്ച നടൻ പോറിയ റഹിമി സാം, ഏറ്റവും മികച്ച നടി മെലാനി തിയറി. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു പക്ഷെ ചോദിക്കാൻ കൊള്ളാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തില് പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാല് ഋഷഭ് ഷെട്ടിയാണ്. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തില് പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാല് ഋഷഭ് ഷെട്ടിക്കാണ്. ഋഷഭ് ഷെട്ടിയെ ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ അടുത്ത കാലത്ത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കന്നഡ സിനിമയാണ് കാന്താര എന്ന് പറയുന്ന സിനിമ. ആ കാന്താര എന്ന് പറയുന്ന സിനിമയുടെ എഴുത്തുകാരനും അതിന്റെ സംവിധായകനും അതിലെ അഭിനേതാവും ഒക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? ഋഷഭ് ഷെട്ടി. അപ്പൊ ആ ഋഷഭ് ഷെട്ടിക്കാണ് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തില് പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചത് എന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം 2023 അവിടെ ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യം ഒന്ന്, അതെവിടെ നടന്നു? ഗോവയിലാണ്. അതിന്റെ സ്ഥിരം വേദി ഗോവയാണ്. ഉദ്ഘാടന ചലച്ചിത്രം ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കാച്ചിങ് ഡസ്റ്റ് അല്ലെ. ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ ഉദ്ഘാടന ചലച്ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ആട്ടം എന്ന് പറയുന്ന സിനിമയാണ്. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത സിനിമയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മികച്ച ചലച്ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതെന്ന് ചോദിച്ചാൽ എൻഡ്ലെസ് ബോർഡേഴ്സ് എന്ന് പറയുന്ന സിനിമയാണ്. അതേസമയം ഏറ്റവും മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ സ്റ്റീഫൻ കൊമാൻ ഡെറവിനാണ്. ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പോറിയ റഹിമി സാമിനാണ് അല്ലെ. അതേ സിനിമയിലെ, അതായത് എൻഡ്ലെസ് ബോർഡേഴ്സ് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന്. ഏറ്റവും മികച്ച നടി ആരാണ്? മെലാനി തിയറി. പാർട്ടി ഓഫ് ഫൂൾസ് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഋഷഭ് ഷെട്ടിക്കാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കണം, ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. ഇതൊക്കെ പ്രസ്താവന രീതിയിലായിരിക്കും ചോദിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 2023 ഏഷ്യൻ വനിതാ ഹോക്കി കിരീടം നേടിയത് ഏത് ടീമാണ്? 2023 ഏഷ്യൻ വനിതാ ഹോക്കി കിരീടം നേടിയ ടീം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ ജപ്പാനെ പരാജയപ്പെടുത്തി കിരീടം നേടി. അപ്പൊ 2023 ഏഷ്യൻ വനിതാ ഹോക്കി ചാമ്പ്യൻസ് ആരെന്ന് ചോദിച്ചാൽ, കിരീട ജേതാക്കൾ ആരെന്ന് ചോദിച്ചാൽ ഇന്ത്യ തന്നെയാണ്. റാഞ്ചിയിൽ വെച്ചിട്ടാണ് ഫൈനൽ മത്സരം നടന്നത്. ഫൈനലിൽ ജപ്പാനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ വനിതകൾ കിരീടം ഉയർത്തി. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് സ്പോർട്സിന്റെ ഭാഗത്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 37ാമത് ദേശീയ ഗെയിംസ് അല്ലെ. 37ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഗോവയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 37ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് മോഗ എന്ന പേരിലുള്ള ഒരു കാട്ടുപോത്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ദേശീയ ഗെയിംസ് നടന്നു. ആ ദേശീയ ഗെയിംസ് നടന്നു കഴിഞ്ഞപ്പോ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഏത് സംസ്ഥാനമാണ്? ദേശീയ ഗെയിംസ് ആണ്. അപ്പൊ വിവിധ സംസ്ഥാനങ്ങൾ തമ്മിലാണ് മത്സരം നടക്കുന്നത്. അപ്പൊ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. അപ്പൊ 37ാമത് ദേശീയ ഗെയിംസ് മെഡൽ പട്ടികയിൽ ഒന്നാമത് വന്നത് മഹാരാഷ്ട്രയാണ്. നമ്മുടെ കേരളവും പങ്കെടുത്തല്ലോ. മെഡൽ പട്ടികയിൽ കേരളത്തിന് 5ാം സ്ഥാനമായിരുന്നു എന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. മെഡൽ പട്ടികയിൽ കേരളം 5ാമതായിരുന്നു. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അടുത്ത ദേശീയ ഗെയിംസ് എവിടെ വെച്ചാണ് നടക്കുന്നത്? അതായത് 38ാമത് ദേശീയ ഗെയിംസ് എവിടെ വെച്ചാണ് നടക്കുന്നത് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദിയായി നിശ്ചയിച്ചിരിക്കുന്നത് ഉത്തരാഖണ്ഡാണ്. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഏതായിരിക്കും? അത് ഉത്തരാഖണ്ഡാണ്. അപ്പൊ അത് ആ നമ്പറുകൾ ശ്രദ്ധിച്ചു വെക്കണം. 37ാമത് ദേശീയ ഗെയിംസ് ആണ് ഗോവയിൽ വെച്ച് നടന്നത്. 38ാമത്തെ ദേശീയ ഗെയിംസ് നടക്കാൻ പോകുന്നതാണ്, അത് ഉത്തരാഖണ്ഡിൽ വച്ചിട്ടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമുക്കറിയാം ICC 2023 ഏകദിന ലോകകപ്പ്, ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് അല്ലെ. അപ്പൊ ICC 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നമുക്കറിയാം അത് നടന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടന്നത്. ഫൈനൽ വരെ ഇന്ത്യ ഉണ്ടായിരുന്നു. ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയ
ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടു അല്ലെ. എല്ലാവരും പ്രതീക്ഷിച്ചത് ഇന്ത്യ കപ്പ് ഉയർത്തുമെന്നാണ്. പക്ഷെ ഫൈനലിൽ ദൗർഭാഗ്യത്തിന് ഇന്ത്യ പരാജയപ്പെട്ടു. അപ്പോ 2023 ICC ഏകദിന ലോകകപ്പ് അത് ശ്രദ്ധിച്ചോണം. ഈ ക്രിക്കറ്റുമായിട്ട് ബന്ധമില്ലാത്തവർ അതൊന്ന് ശ്രദ്ധിച്ചോണം. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്, ICC ടെസ്റ്റ് ഈ പറഞ്ഞ ചാമ്പ്യൻഷിപ്പ് ഉണ്ട്, ലോകകപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഏകദിന ലോകകപ്പ് ഉണ്ട്, 2020 ലോകകപ്പ് ഉണ്ട്. 3 ഫോർമാറ്റിൽ ക്രിക്കറ്റ് മത്സരങ്ങളുണ്ട്. ആ 3 ഫോർമാറ്റിലും ലോകകപ്പ് ഉണ്ട്. ഇതിപ്പോ പറഞ്ഞത് ഏകദിന ലോകകപ്പിന്റെ കാര്യമാണ്. അത് 2023 ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആ പറഞ്ഞ ഫൈനൽ നടന്നത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് അല്ലെ. നരേന്ദ്രമോദി സ്റ്റേഡിയം ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ്. ഏത്? നരേന്ദ്രമോദി സ്റ്റേഡിയം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫൈനൽ അവിടെ വെച്ചാണ് നടന്നത്. അവിടെ വെച്ചാണ് ഓസ്ട്രേലിയയും ഇന്ത്യയും മത്സരിച്ചതും ഇന്ത്യ പരാജയപ്പെട്ടതും. അതുപോലെ തന്നെ ശ്രദ്ധിച്ചു വെക്കേണ്ടത് ICC ഏകദിന ലോകകപ്പ് അതിന്റെ ഉദ്ഘാടന മത്സരം എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ അതും നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഉദ്ഘാടന മത്സരവും നടന്നത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്, ഫൈനൽ മത്സരവും നടന്നത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി ആ ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യം, പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ICC 2023 വൺഡേ ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അവിടെ നിങ്ങൾക്ക് സംശയമൊന്നും വരത്തില്ല. അത് ആരാണ്? വിരാട് കോഹ്ലിയാണ് അല്ലെ. ICC 2023 ഏകദിന ലോകകപ്പ് അതില് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് വിരാട് കോഹ്ലിയാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കണം. ഏറ്റവും കൂടുതൽ റൺസ് ഈ ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരെന്ന് ചോദിച്ചാലും വിരാട് കോഹ്ലിയാണ്. ഏതാണ്ട് 765 എന്നാണ് എൻ്റെ ഓർമ്മ. അത്രയും റൺസ് ആണ് ആര് നേടിയിരിക്കുന്നത്? വിരാട് കോഹ്ലി നേടിയിരിക്കുന്നത്. അപ്പോൾ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും വിരാട് കോഹ്ലിയാണ്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയിരിക്കുന്നതും ആരാണ്? വിരാട് കോഹ്ലിയാണ് എന്നുള്ളത് ഓർക്കുക. ഏറ്റവും കൂടുതൽ വിക്കറ്റ് ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എറിഞ്ഞിട്ടേക്കുന്നതും ഒരു ഇന്ത്യക്കാരനാണ്. അത് നിങ്ങൾക്ക് അറിയാം. അതാരാണ്? മുഹമ്മദ് ഷമി അല്ലെ. മുഹമ്മദ് ഷമി. അപ്പോ ICC 2023 എന്താണ്? വൺഡേ വേൾഡ് കപ്പ് അതിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ഷമിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയത് ആരെന്ന് ചോദിച്ചാൽ വിരാട് കോഹ്ലി എന്ന് പറയരുത്. ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ 4 സെഞ്ചുറികളാണ്. ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയത് സൗത്ത് ആഫ്രിക്കയുടെ കിൻഡൻ ഡീകോക്ക് ആണ്. സൗത്ത് ആഫ്രിക്കയുടെ കിൻഡൻ ഡീകോക്ക് ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ വിരാട് കോഹ്ലി 3 സെഞ്ചുറിയാണ്, കിൻഡൻ ഡീകോക്ക് 4 സെഞ്ചുറിയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയത് ആരെന്ന് ചോദിച്ചാൽ കിൻഡൻ ഡീകോക്ക് ആണ്. ഈ ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ അർദ്ധശതകങ്ങൾ, അതായത് 50 റൺസ്, അതായത് 50, ഏറ്റവും കൂടുതൽ അർദ്ധശതകങ്ങൾ നേടിയത് ആരെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും ആരാണ്? അത് വിരാട് കോഹ്ലിയാണ്. അപ്പോൾ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് വിരാട് കോഹ്ലിയാണ്. ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തത് വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലിയുടെ പേരിൽ 3 സെഞ്ചുറി ഉണ്ട്. ഏറ്റവും കൂടുതൽ അർദ്ധശതകങ്ങൾ നേടിയത് വിരാട് കോഹ്ലിയാണ്. അതേസമയം ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയിരിക്കുന്നത് കിൻഡൻ ഡീകോക്ക് ആണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിരിക്കുന്നത് മുഹമ്മദ് ഷമിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഉയർന്ന സ്കോർ ഈ ടൂർണമെന്റിൽ ICC 2023 ഏകദിന ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന സ്കോർ അല്ലെ, അത് വളരെ ഐതിഹാസികമായിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു. അഫ്ഗാനിസ്ഥാനും ഓസ്ട്രേലിയയും തമ്മിലായിരുന്നു മത്സരം. ആ മത്സരത്തില് തോൽവിയുടെ മുഖത്ത് നിന്നും ആര് രക്ഷപ്പെട്ടു വരുന്നു? ഓസ്ട്രേലിയ രക്ഷപ്പെട്ടു വരുന്നു. അതിന് കാരണമായത് ഗ്ലെൻ മാക്സ്വെലിന്റെ ഒരു ഉജ്ജ്വല സെഞ്ചുറിയാണ്. സെഞ്ചുറി അല്ല, ഡബിൾ സെഞ്ചുറിയാണ്. 201 റൺസ് ആണ് അദ്ദേഹം ഈ പറഞ്ഞ ആ കളിയിൽ നേടിയത്. അതാണ് ഈ ടൂർണമെന്റിൽ ഒരാൾ നേടുന്ന ഏറ്റവും വ്യക്തിഗതമായിട്ടുള്ള സ്കോർ. അപ്പോൾ ഒരു ഇന്നിങ്സിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് ആരെന്ന് ചോദിച്ചാൽ ഗ്ലെൻ മാക്സ്വെൽ ആണ്. ഏത് ടീമിലെ? ഓസ്ട്രേലിയൻ ടീമിലെ ഗ്ലെൻ മാക്സ്വെൽ. അപ്പൊ അവിടെ ശ്രദ്ധിച്ചു വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ICC 2023 ഏകദിന ലോകകപ്പുമായി ബന്ധപ്പെട്ട് ചില റെക്കോർഡുകൾ കൂടി ഉണ്ടായിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ആദ്യമായിട്ട് 50 സെഞ്ചുറികൾ പൂർത്തിയാക്കിയ താരം. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ആദ്യമായിട്ട് 50 സെഞ്ചുറികൾ പൂർത്തിയാക്കിയ താരം ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് വിരാട് കോഹ്ലിയാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വൈറ്റ് ബോൾ ക്രിക്കറ്റ്, ഞാൻ പറഞ്ഞു ക്രിക്കറ്റ് 3 ഫോർമാറ്റിലുണ്ട്. ടെസ്റ്റ്
ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് ചുവന്ന പന്തുകളാണ് ഉപയോഗിക്കുന്നത്. ചുവന്ന പന്താണ് ടെസ്റ്റ് ക്രിക്കറ്റിന് ഉപയോഗിക്കുന്നത്. അതേസമയം ഏകദിന ക്രിക്കറ്റിലും അതുപോലെ 2020 ക്രിക്കറ്റിലും ഉപയോഗിക്കുന്നത് വെളുത്ത പന്തുകളാണ്. 2020 ക്രിക്കറ്റിന് ഉപയോഗിക്കുന്നത് വെളുത്ത പന്തുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് വൈറ്റ് ബോൾ ക്രിക്കറ്റ്. വൈറ്റ് ബോൾ ക്രിക്കറ്റില് 50 സെഞ്ചുറികൾ പൂർത്തിയാക്കിയ ആദ്യ താരം, ക്രിക്കറ്റ് താരം ആരും ചോദിച്ചാൽ വിരാട് കോഹ്ലിയാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഏകദിനത്തിൽ 49 സെഞ്ചുറികൾ പൂർത്തിയാക്കി. അതോടൊപ്പം തന്നെ അയാൾ അതോടൊപ്പം എന്ന് പറഞ്ഞാൽ നേരത്തെ 2020 ക്രിക്കറ്റിലും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സെഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പൊ ആ 2020 ക്രിക്കറ്റിലെ സെഞ്ചുറിയും കൂടെ കൂട്ടുമ്പോൾ 49 50 അങ്ങനെ 50 സെഞ്ചുറികൾ ആര് പൂർത്തിയാക്കുന്നു? ഈ വിരാട് കോഹ്ലി പൂർത്തിയാക്കുന്നു. ആ സെഞ്ചുറി 50ാമത്തെ സെഞ്ചുറി, വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ 50ാമത്തെ സെഞ്ചുറി കോഹ്ലി പൂർത്തിയാക്കുന്നത് ഏത് ഗ്രൗണ്ടിൽ വെച്ചിട്ട് എന്നുള്ളതും നല്ലൊരു ചോദ്യമാണ്. ഈഡൻ ഗാർഡൻസ് സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള കളിയിലാണ് ഈഡൻ ഗാർഡൻസ് വെച്ചിട്ട് വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ കോഹ്ലിയുടെ 50ാമത് സെഞ്ചുറി നേട്ടം. പക്ഷെ അത് ഏകദിനത്തിലെ 49ാമത് സെഞ്ചുറി നേട്ടമാണ്. നമുക്കറിയാം ഏകദിനത്തിൽ 49 സെഞ്ചുറികളാണ് ആർക്കുള്ളത്? സച്ചിൻ ടെണ്ടുൽക്കർക്കുള്ളത്. അതായിരുന്നു ഇതിനു മുമ്പുള്ള റെക്കോർഡ്. ഇപ്പൊ ഏകദിനത്തിൽ വിരാട് കോഹ്ലിയും ഈഡൻ ഗാർഡൻസ് വെച്ച് സൗത്ത് ആഫ്രിക്കെതിരെ കളിച്ചപ്പോ വിരാട് കോഹ്ലിയും 49 സെഞ്ചുറികൾ പൂർത്തിയാക്കി. അതോടൊപ്പം അയാൾക്ക് നേരത്തെ ഒരു ഈ പറഞ്ഞ 2020 ഒരു സെഞ്ചുറിയും കൂടിയുണ്ട്. അപ്പൊ അത് 50ാമത്തെ സെഞ്ചുറി വൈറ്റ് ബോളിലായി, ഏകദിന ക്രിക്കറ്റിൽ 49ാം സെഞ്ചുറിയായി. അപ്പോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാലോ, ഏകദിന ക്രിക്കറ്റില് 49ാമത്തെ സെഞ്ചുറി നേടി വിരാട് കോഹ്ലി സച്ചിൻ ടെണ്ടുൽക്കർക്കൊപ്പം എത്തിയത് ഏത് കളിയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള മത്സരത്തിലാണ്. ഏത് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് എന്ന് ചോദിച്ചാൽ ഈഡൻ ഗാർഡൻസ് വെച്ചിട്ടാണ്. അപ്പൊ അത് ഓർക്കണം. ഇനി ഇങ്ങനെ ചോദിക്കാണ്, ഏകദിന ക്രിക്കറ്റിൽ 50ാം സെഞ്ചുറി, ഏകദിന ക്രിക്കറ്റിൽ വിരാട് കോഹ്ലി 50ാം സെഞ്ചുറി നേടിയത് എന്ന് പറഞ്ഞാൽ ചോദ്യം വേറെയാണ്. വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ 50ാം സെഞ്ചുറി എന്ന് പറയുമ്പോൾ രണ്ടും കൂട്ടും. പക്ഷെ ഇവിടെ ഇപ്പൊ ഏകദിന ക്രിക്കറ്റിലെ 50ാം സെഞ്ചുറി എന്ന് പറയുമ്പോൾ അത് മുംബൈയിൽ വെച്ച്, അതായത് വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് അദ്ദേഹം 50ാമത്തെ സെഞ്ചുറി പൂർത്തിയാക്കുന്നത്. സച്ചിൻ ഗാലറിയിൽ ഇരിപ്പുണ്ട്, സച്ചിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് അദ്ദേഹം 50ാമത്തെ സെഞ്ചുറി പൂർത്തിയാക്കുന്നത്. അപ്പൊ ഏകദിന ക്രിക്കറ്റിലെ വിരാട് കോഹ്ലിയുടെ 50ാമത്തെ സെഞ്ചുറി, അല്ലെങ്കിൽ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറി ഇപ്പൊ നേടിയിരിക്കുന്ന വിരാട് കോഹ്ലിയാണ്. അത് ഏത് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് വിരാട് കോഹ്ലി 50ാമത്തെ ഏകദിന ക്രിക്കറ്റിലെ സെഞ്ചുറി നേടിയെന്ന് ചോദിച്ചാൽ അത് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ന്യൂസിലാൻഡിനെതിരായിട്ടുള്ള മത്സരത്തിലാണ് എന്നുകൂടി ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വിരാട് കോഹ്ലിയുടെ ഏകദിനത്തിലെ ആദ്യ സെഞ്ചുറി എവിടെ വെച്ചെന്ന് ചോദിച്ചാലും ഈഡൻ ഗാർഡൻസ് വെച്ചിട്ടാണ്. വിരാട് കോഹ്ലിയുടെ ആദ്യ സെഞ്ചുറി എവിടെ വെച്ചിട്ടാണ്? ഈഡൻ ഗാർഡൻസ് വെച്ചിട്ടാണ് എന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ICC വേൾഡ് കപ്പ് 2023 നടന്നപ്പോ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ടായി. ഒരു അപൂർവമായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു. ടൈംഡ് ഔട്ട് അപ്പീലിലൂടെ ഒരു ബാറ്റ്സ്മാൻ പുറത്തായി. ഈ ക്രിക്കറ്റ് ചരിത്രത്തിൽ, ഇന്റർനാഷണൽ ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ടൈംഡ് ഔട്ട് അപ്പീലിലൂടെ ഒരാൾ പുറത്താവുന്നത്. അപ്പോൾ ക്രിക്കറ്റ് അറിഞ്ഞിടാത്തവർക്ക് എന്താണ് ടൈംഡ് ഔട്ട് എന്നുള്ള ഒരു സംശയം വരും. അതായത് നിങ്ങൾ ക്രിക്കറ്റ് കളി കാണുമ്പോൾ ഒരു ബാറ്റ്സ്മാൻ ഔട്ട് ആവുന്നു, അപ്പോൾ അടുത്തൊരു ബാറ്റ്സ്മാൻ ക്രീസിലോട്ട് വരും, അല്ലെ? അയാൾ വരേണ്ട ഒരു സമയമുണ്ട്, 2 മിനിറ്റിനകത്ത് ക്രീസിനകത്ത് വരണമെന്നുള്ളതാണ്. അപ്പൊ അതിലും താമസിച്ചു വന്നു എന്നുള്ള രീതിയിൽ എതിർ ടീം അപ്പീൽ ചെയ്തപ്പോൾ അമ്പയർ ഔട്ട് വിധിക്കുകയായിരുന്നു. അങ്ങനെ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ആദ്യമായിട്ട് ടൈംഡ് ഔട്ട് അപ്പീലിലൂടെ പുറത്താക്കപ്പെട്ട കളിക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ അത് ഏഞ്ചലോ മാത്യൂസ് ആണ്. ആരാണ്? ഏഞ്ചലോ മാത്യൂസ്. അത് ഏത് ടീമിലെ കളിക്കാരനാണ്? ഏഞ്ചലോ മാത്യൂസ് ശ്രീലങ്കൻ ടീമിന്റെ കളിക്കാരനാണ് എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റിലോട്ട് വരാം. 2023 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് 2023 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത്, അല്ലെ? സൗന്ദര്യ മത്സരങ്ങളുണ്ട്, മിസ് വേൾഡ്, മിസ് യൂണിവേഴ്സ്. ഇതിപ്പോ നമ്മൾ പറയുന്നത് 2023 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആര് എന്ന് ചോദിച്ചാൽ ഷൈനിസ് പലാസിയോസ് ആണ്. നിക്കരാഗുവക്കാരിയാണ്. ഷൈനിസ് പലാസിയോസ് ആണ് 2023 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. 2023 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത്
ആരും ചോദിച്ചാൽ ഷെയ്നിസ് പലാസിയോസ് ആണ്, നിക്കരാഗോക്കാരിയാണ്. അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. അതുപോലെ ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട്, 2022 മിസ് യൂണിവേഴ്സ്, 2022 മിസ് യൂണിവേഴ്സ് അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. 2022 മിസ് യൂണിവേഴ്സ് നേടിയത് ആരും ചോദിച്ചാൽ അതൊരു അമേരിക്കക്കാരിയാണ്, ആർ ബോണി ഗബ്രിയേൽ. ആർ ബോണി ഗബ്രിയേൽ. അപ്പൊ അത് രണ്ടും ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഏറ്റവും റീസെന്റ് 2023 മിസ് യൂണിവേഴ്സ് അത് ഷെയ്നിസ് പലാസിയോസിനാണ് കിട്ടിയത്, നിക്കരാഗോക്കാരിയാണ്. അതേസമയം 2022 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആർ ബോണി ഗബ്രിയേൽ ആണ്, USA കാരിയാണ്. ഇവിടെ 2023 മിസ് യൂണിവേഴ്സ് മത്സരം നടന്നപ്പോൾ അതിൽ പങ്കെടുത്ത ഇന്ത്യക്കാരി ശ്വേതാ ശാരദയാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. 2023 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ഷെയ്നിസ് പലാസിയോസ്, നിക്കരാഗോ. അതേസമയം 2022 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആരും ചോദിച്ചാൽ ആർ ബോണി ഗബ്രിയേൽ ആണ്. മിസ് യൂണിവേഴ്സ് കിരീടം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ആരെന്നറിയാമോ? മിസ് യൂണിവേഴ്സ് കിരീടം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ആരും ചോദിച്ചാൽ അത് സുസ്മിത സെൻ എന്നാണ്. അല്ലാതെ ഐശ്വര്യ റായ് എന്ന് എഴുതരുത്. ഐശ്വര്യ റായ്ക്ക് മിസ് വേൾഡ് പട്ടമാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യമായിട്ട് മിസ് യൂണിവേഴ്സ് കിരീടം നേടുന്ന ഇന്ത്യക്കാരി ആരും ചോദിച്ചാൽ 1994 ആർക്കാണ്? അത് സുസ്മിത സെൻ ആണ്. അപ്പൊ മിസ് യൂണിവേഴ്സ് സുസ്മിത സെൻ എന്ന് വരണം. മിസ് യൂണിവേഴ്സ് സുസ്മിത സെൻ. ആദ്യമായിട്ട് മിസ് വേൾഡ് കിരീടം നേടിയ ഇന്ത്യക്കാരി ആരും ചോദിച്ചാൽ ഐശ്വര്യ റായ് എന്ന് പറയരുത്. അതിനു മുമ്പ് വേറൊരാൾക്ക് കിട്ടിയിട്ടുണ്ട്. ആർക്ക്? റീത്ത ഭാര്യയ്ക്ക്. ആർക്കാണ്? റീത്ത ഭാര്യയ്ക്ക്. 1966 എന്നാണ് എന്റെ ഓർമ്മ. 1966 ആദ്യമായിട്ട് മിസ് വേൾഡ് കിരീടം നേടിയിട്ടുള്ളത് ആരാണ്? റീത്ത ഭാര്യയാണ്. മിസ് വേൾഡ് കിരീടം ആർക്കും കിട്ടിയിട്ടുണ്ട്? ഈ ഐശ്വര്യ റായ്ക്കും കിട്ടിയിട്ടുണ്ട്. അതും 1994 അപ്പൊ അവിടെ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. പൊതുവിജ്ഞാന ഭാഗത്തൊന്ന് അറിഞ്ഞു വെക്കുക. മിസ് യൂണിവേഴ്സ് കിരീടം ആദ്യം നേടിയ ഇന്ത്യക്കാരി ആരും ചോദിച്ചാൽ സുസ്മിത സെൻ ആണ്. മിസ് വേൾഡ് കിരീടം ആദ്യം നേടിയ ഇന്ത്യക്കാരി ആരും ചോദിച്ചാൽ അത് റീത്ത ഭാര്യയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇവിടെ എപ്പോ പറഞ്ഞത്? 2023 മിസ് യൂണിവേഴ്സ്, 2022 മിസ് യൂണിവേഴ്സ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് 2023 ബുക്കർ പ്രൈസ് നേടിയ കൃതി ഏതാണ്? 2023 ബുക്കർ പ്രൈസ് നേടിയ കൃതി ഏതാണ്? അല്ലെ, ബുക്കർ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യുണൈറ്റഡ് കിങ്ഡം, അതായത് ഇംഗ്ലണ്ടിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഇംഗ്ലീഷ് കൃതികൾക്ക്, ഇംഗ്ലണ്ടിലെ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന കൃതികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ബുക്കർ പ്രൈസ് പുരസ്കാരം. അപ്പൊ ഇംഗ്ലണ്ടിലായിരിക്കണം പ്രസിദ്ധീകരിക്കേണ്ടത്, ഇംഗ്ലീഷിലായിരിക്കണം പ്രസിദ്ധീകരിക്കേണ്ടത്. അങ്ങനെയുള്ള കൃതികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ബുക്കർ പ്രൈസ്. 2023 ബുക്കർ പ്രൈസ് ലഭിച്ചത് ഏത് കൃതിക്കെന്ന് ചോദിച്ചാൽ പ്രൊഫറ്റ് സോങ് എന്ന് പറയുന്ന കൃതിക്കാണ്. ഏത് കൃതിക്കാണ്? പ്രൊഫറ്റ് സോങ് എന്ന് പറയുന്ന കൃതിക്കാണ് 2023 ബുക്കർ പ്രൈസ് ലഭിച്ചത്. അപ്പൊ ആ ബുക്കർ പ്രൈസ്, ആ പ്രൊഫറ്റ് സോങ് എന്ന് പറയുന്ന കൃതി, അതിന്റെ രചയിതാവ് ആര് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. പോൾ ലിഞ്ച്, അയർലൻഡുകാരനായിട്ടുള്ള പോൾ ലിഞ്ച് എഴുതിയ പ്രൊഫറ്റ് സോങ് എന്ന് പറയുന്ന കൃതിക്കാണ് 2023 ബുക്കർ പ്രൈസ് കിട്ടിയത്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർത്തോണം. 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് നേടിയ കൃതി ടൈം ഷെൽട്ടർ ആണ്. എങ്ങനെ പറഞ്ഞത്? 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കൃതി എന്ന് ചോദിച്ചാൽ ടൈം ഷെൽട്ടർ എന്ന് പറയുന്ന കൃതിയാണ്. ബുക്കർ പ്രൈസും ഇന്റർനാഷണൽ ബുക്കർ പ്രൈസും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ 2023 ബുക്കർ പ്രൈസ് എന്ന് ചോദിച്ചാലാണ് പ്രൊഫറ്റ് സോങ് എന്ന് പറയേണ്ടത്. അതേസമയം 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കൃതി എന്ന് ചോദിച്ചാൽ ടൈം ഷെൽട്ടർ എന്ന് പറയുന്ന കൃതിയാണ്. അതിന്റെ രചയിതാവ് ഗോർഗി ഗോസ്പോഡിനോവ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗോർഗി ഗോസ്പോഡിനോവ് ആണ്, ബൾഗേറിയൻ എഴുത്തുകാരനാണ്. ഗോർഗി ഗോസ്പോഡിനോവിനാണ് എന്താണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2023 ലഭിച്ചത്. കൃതി ഏതാണ്? ടൈം ഷെൽട്ടർ. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ലോകത്തിലെ ആദ്യത്തെ ചിക്കൻ ഗുനിയ വാക്സിൻ, അല്ലെ, ലോകത്തിലെ ആദ്യത്തെ ചിക്കൻ ഗുനിയ വാക്സിൻ, അല്ലെ. ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന ഒരു വൈറസ് രോഗമാണെന്ന് അറിയാം. അത് പരത്തുന്നത് ഈഡിസ് ഈജിപ്തി വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് എന്നെല്ലാം നമ്മൾ ആരോഗ്യശാസ്ത്ര ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്, ജീവശാസ്ത്ര ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ ചിക്കൻ ഗുനിയ വാക്സിൻ
അപ്പൊ അവിടെ ജീവശാസ്ത്ര ഭാഗത്ത് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. ലോകത്തിലെ ആദ്യത്തെ ചിക്കൻ ഗുനിയ വാക്സിൻ ഏത് എന്ന് ചോദിച്ചാൽ ഇസ്റ്റിക് വാക്സിൻ ആണ്. ഇസ്റ്റിക് വാക്സിൻ അല്ലെ. അപ്പൊ ഇസ്റ്റിക് വാക്സിൻ എന്തിനുള്ള ആദ്യത്തെ വാക്സിൻ ആണ്, ലോകത്തെ ആദ്യത്തെ വാക്സിൻ ആണ് എന്ന് ചോദിച്ചാൽ ചിക്കൻ ഗുനിയക്കുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ ആണ് ഇസ്റ്റിക് വാക്സിൻ. വാൾനേവ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ മരുന്ന് കമ്പനിയാണ് ഇത് ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്തത്. വാൾനേവ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ മരുന്ന് കമ്പനി. അപ്പൊ ഇസ്റ്റിക് വാക്സിൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാ നോക്കിയിട്ട് പറയണം ചിക്കൻ ഗുനിയ അല്ലെ. ചിക്ക അവിടെ ഉണ്ട്, ചാ നോക്കിയിട്ട് പറയണം ചിക്കൻ ഗുനിയക്കെതിരെ വികസിപ്പിച്ച വാക്സിൻ ആണ് ഏത്? ഇസ്റ്റിക് വാക്സിൻ. പ്രാധാന്യം എന്താണ്? ലോകത്തെ ആദ്യത്തെ എന്താണ്? ചിക്കൻ ഗുനിയ വാക്സിൻ ആണ് അല്ലെ. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമുക്കറിയാം റോബോട്ടുകളെ കുറിച്ച് നമുക്കറിയാം. വ്യവസായശാലകളിൽ റോബോട്ടുകൾ ഉപയോഗിക്കുന്നു എന്നൊക്കെ നമുക്കറിയാം. അതിലൊന്നും ഇപ്പം വലിയ അത്ഭുതമില്ല. പക്ഷെ ഇപ്പൊ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധിയുടെ ഒരു കാലമാണെന്നറിയാം. നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ള റോബോട്ടുകൾ ഉണ്ടെന്നും അറിയാം. അതിലും ഇപ്പം വലിയ അത്ഭുതമില്ല. പക്ഷേ ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് AI റോബോട്ടിക് CEO അല്ലെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, പ്രധാനപ്പെട്ട ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്ന ഒരു ഓഫീസറാണ്. അപ്പൊ ആ ഒരു പദവിയിലോട്ട് ലോകത്ത് ആദ്യമായിട്ട് ഒരു എന്താണ് റോബോട്ടിനെ നിയമിച്ചു, AI റോബോട്ടിനെ നിയമിച്ചു. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് AI റോബോട്ടിക് CEO ആര് എന്ന് ചോദിച്ചാല് മിക എന്ന് പറയുന്ന ഈ പറഞ്ഞ റോബോട്ടാണ് ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് AI റോബോട്ടിക് CEO ആയിട്ട് അറിയപ്പെടുന്നത്. ഒരു പോളിഷ് റം കമ്പനിയാണ് ഈ മിക എന്ന് പറയുന്ന റോബോട്ടിനെ CEO ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് AI റോബോട്ടിക് CEO അത് എന്ന് ചോദിച്ചാല് അത് മികയാണ് എന്ന് പറയണം. MIKA, മിക. ശരി, ഇനി അത് പറയുമ്പോ നമുക്കറിയാം ChatGPT ഒരു നിർമ്മിത ബുദ്ധി AI പ്ലാറ്റ്ഫോം ആണ് ChatGPT എന്ന് നമുക്കറിയാം. അതിന് ബദലായിട്ട് ഗൂഗിൾ വികസിപ്പിച്ചതാണ് ഗൂഗിൾ ബാർഡ് എന്ന് പറയുന്ന AI പ്ലാറ്റ്ഫോം എന്നറിയാം. ChatGPTയും ഗൂഗിൾ ബാർഡും ഒക്കെ ഒരേ കാര്യങ്ങൾ തന്നെയാണ്, പല കമ്പനികളുടേതാണെന്നേ ഉള്ളൂ. എന്താണ് ഇതെല്ലാം ഈ പറഞ്ഞ AI പ്ലാറ്റ്ഫോം ആണ്. അതുപോലെ ChatGPT പോലെ ഗൂഗിൾ ബാർഡ് പോലെ ഇലോൺ മസ്കിനെ അറിയാലോ. സ്പേസ് എക്സ് എന്ന് പറയുന്ന ബഹിരാകാശ കമ്പനിയുടെ ടെസ്ല കാറുകളുടെ അല്ലെ, ട്വിറ്ററിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ, ട്വിറ്റർ എന്നുള്ള പേരിലല്ല, ഇപ്പൊ എക്സ് എന്നുള്ള പേരിലാണ്, എങ്കിലും ട്വിറ്ററിന്റെ ഈ ഉടമസ്ഥൻ ആര്? എലോൺ മസ്ക് എന്താണ് ഈ പറഞ്ഞ AI സംവിധാനം പ്ലാറ്റ്ഫോം ആണ് ഗ്രോക്ക് അല്ലെ. അപ്പൊ ChatGPT പോലെ ഗൂഗിൾ ബാർഡ് പോലെ എലോൺ മസ്ക് രൂപം കൊടുത്ത AI സംവിധാനമാണ് ഇത് ഗ്രോക്ക്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. ChatGPT, ഗൂഗിൾ ബാർഡ്, ഗ്രോക്ക് ആരുടേതാണ്? അത് എലോൺ മസ്കിൻ്റെതാണ് എന്ന് ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നല്ല ഒരു ചോദ്യമായിരിക്കും ബ്ലെച്ച്ലി പാർക്ക് പ്രഖ്യാപനം. ഇപ്പൊ ഒരു പക്ഷെ ചോദ്യം ചോദിക്കുക ഇങ്ങനെയായിരിക്കും, ബ്ലെച്ച്ലി പാർക്ക് പ്രഖ്യാപനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കും. കോവിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സ്പോർട്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, വാക്സിനേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ തന്നേക്കാം. അപ്പം ബ്ലെച്ച്ലി പാർക്ക് പ്രഖ്യാപനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി ഒരുപാട് അവസരങ്ങൾ ലോകത്തിന് നൽകുന്നുണ്ട്, മനുഷ്യന് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അതൊരുപാട് ഉപദ്രവവും മനുഷ്യന് ഉണ്ടാക്കിയേക്കാം. അത് ഉയർത്തുന്ന ഭീഷണികളും ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഭീഷണികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോക നേതാക്കള് ഒരു സ്ഥലത്ത് ഒത്തുകൂടി. ബ്ലെച്ച്ലി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒത്തുകൂടി. ബ്ലെച്ച്ലി എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. നവംബർ 1-2 തീയതികളിൽ ലോകത്തിലെ വിവിധ നേതാക്കൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉയർത്തുന്ന ഭീഷണികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും അതിനുള്ള പ്രതിവിധികൾ ആലോചിക്കുന്നതിനും വേണ്ടിയിട്ട് ഒത്തുകൂടി. അതാണ് ബ്ലെച്ച്ലി പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഒത്തുകൂടിയത്. അവിടെ വെച്ചിട്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായി. അതാണ് ഏത്? ബ്ലെച്ച്ലി പാർക്ക് പ്രഖ്യാപനം. അപ്പൊ ബ്ലെച്ച്ലി പാർക്ക് പ്രഖ്യാപനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന്റെ ദോഷവശങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അതിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു ഏത്? ബ്ലെച്ച്ലി സമ്മേളനം എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. 28 രാജ്യങ്ങൾ ഈ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിനകത്ത്
അതിനകത്ത് ഇന്ത്യയുണ്ട്, അതിനകത്ത് ചൈനയുണ്ട്, അതിനകത്ത് അമേരിക്കയുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് യൂറോപ്യൻ യൂണിയൻ. ഇവരെല്ലാവരും കൂടെ ഏതാണ്ട് 28 രാജ്യങ്ങൾ ഈ പറഞ്ഞ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ IT മന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് പങ്കെടുത്തത്. അപ്പൊ ബ്ലെച്ച്ലി പാർക്ക് പ്രഖ്യാപനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. നിർമ്മിത ബുദ്ധി എവിടെ വെച്ചാണ് നടന്നത്? അത് ഇംഗ്ലണ്ടിൽ വെച്ചാണ് എന്നുള്ളത് ഓർത്തു വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ് 2023 ലോക കാലാവസ്ഥ ഉച്ചകോടി അല്ലെ. നേരത്തെ പഠിച്ചത് 2023 ലോക കാലാവസ്ഥ ഉച്ചകോടി അഥവാ COP28 അതിന് വേദിയായി നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ്. അവിടെ വെച്ചിട്ട് ലോക കാലാവസ്ഥ ഉച്ചകോടി COP28 നടന്നു. അതെവിടെ വെച്ചിട്ടാണ്? ദുബായിൽ വെച്ചിട്ടാണ്. 2023 ലോക കാലാവസ്ഥ ഉച്ചകോടി COP28 നടന്നത് എവിടെ വെച്ച് എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ദുബായിൽ വെച്ചിട്ടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു സിനിമയാണ് ദി അപ്രന്റീസ് എന്ന് പറയുന്ന സിനിമ. ഒരു വരാൻ പോകുന്ന ഒരു സിനിമയാണ്, ഒരു ഹോളിവുഡ് സിനിമയാണ് ദി അപ്രന്റീസ്. ആ സിനിമ സംവിധാനം ചെയ്യുന്നത് അലി അബ്ബാസി എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഉടനെ വരാൻ പോകുന്ന ഒരു സിനിമയാണ് ദി അപ്രന്റീസ്. ആ അപ്രന്റീസ് എന്ന് പറയുന്ന സിനിമ, അലി അബ്ബാസി സംവിധാനം ചെയ്യുന്ന സിനിമ ഒരു അമേരിക്കൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ചുള്ള സിനിമയാണ് അലി അബ്ബാസി സംവിധാനം ചെയ്യുന്ന ദി അപ്രന്റീസ് എന്ന് ചോദിച്ചാൽ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചുള്ള സിനിമയാണ്. ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട സിനിമയാണ്. അപ്പോ ദി അപ്രന്റീസ് വരാൻ പോകുന്ന സിനിമയാണ്. ആര് സംവിധാനം ചെയ്യുന്നു? അലി അബ്ബാസി സംവിധാനം ചെയ്യുന്നു. ആ സിനിമ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പൊ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നവംബർ മാസത്തിലെ ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിലൊന്നുപോലും വിട്ടുപോകാതെ പഠിക്കണം. നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. എന്നാലേ നമുക്ക് പഠിച്ച് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതിലൊന്നും നിങ്ങൾ വിട്ട് കളയരുത്. അപ്പോൾ ഇതോടുകൂടി 2023 നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അവസാനിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കാനായിട്ട് തുടങ്ങാം. ആ ക്ലാസ് വേഗത്തിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.